my channel. So finally I am leaving the hostel and going back to home. It's the last day in hostel. Actually day alla, it's the last night in hostel. Actually ഞാൻ നാളെ മോർണിംഗ് ആണ് പോകുന്നത്. ആക്ച്വലി എനിക്ക് വേണമെങ്കിൽ രാവിലെ എണീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ബട്ട് എനിക്ക് എന്നെപ്പറ്റി നല്ലൊരു ധാരണ ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ തുടങ്ങാൻ വിചാരിച്ചു. കാരണം നാളെ ഓഫ്കോഴ്സ് ഞാൻ എണീക്കാൻ മേ ബി ലേറ്റ് ആകാം, രാത്രി ഉറങ്ങുമ്പോൾ ലേറ്റായി എണീക്കും, ഉറപ്പായിട്ട് ലേറ്റ് ആകും. അപ്പോൾ അത്ര സമയം വരെ ഞാനിങ്ങനെ എന്താ പറയുക, തുണി മടക്കാൻ വേണ്ടി വെറുതെ നേരത്തെ എണീക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മടിച്ച് മനപ്പുറം എണീക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നേരത്തെ ഇപ്പോൾ തന്നെ എല്ലാം ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങാം. അതപ്പം ഒരു ഭാരം, ഒരു പണി അങ്ങ് തീരുമല്ലോ. ഇനി അതിന് വേണ്ടി രാവിലെ എണീക്കേണ്ട ആവശ്യമില്ലല്ലോ അവനെ കേട്ടോ. ഞാൻ വിചാരിച്ചു ഓക്കെ ഇപ്പം തന്നെ തീർത്തേക്കാന്ന് വിചാരിച്ചു. സോ ഹാവ് ടു ക്ലീൻ, എല്ലാം അറേഞ്ച് ചെയ്ത് തൂത്ത് ലൈക്ക് എല്ലാം മടക്കി പാക്ക് ചെയ്ത് ഒന്നും ഇവിടെ വച്ചിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കാരണം ഞാൻ റൂമിൽ വന്നപ്പം ഇവിടെ എംറ്റി ആയിരുന്നു. ഞാൻ വേറെ റൂമിലായിരുന്നു ആക്ച്വലി ഫസ്റ്റ്. പിന്നെ എൻ്റെ റൂംമേറ്റ് അവിടെ നിന്ന് പോയി. പിന്നെ ആ ഫാൻ എന്തോ വർക്ക് ആവാത്തതുകൊണ്ട് എന്നെ ആ റൂമിൽ നിന്ന് മാറ്റി ഈ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഈ റൂമിലുണ്ടെന്ന് ചേച്ചി പോയി കഴിയുമ്പോഴാണ് ഞാൻ ഈ റൂമിലോട്ട് വന്നത്. അപ്പോൾ ഞാൻ ഈ റൂമിലോട്ട് വന്ന സമയത്ത് ഇവിടെ ഒരു സാധനവും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോഴും അത് അങ്ങനെ തന്നെ കൊണ്ടുപോകണം. ലൈക്ക് ഒരു സാധനം ഇവിടെ ബാക്കി വയ്ക്കാൻ പറ്റില്ല, ബിക്കോസ് ഉള്ളതെല്ലാം എൻ്റെ തന്നെയാണ്. കാരണം ഇവിടെ വന്നപ്പോൾ ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ ഒന്നും എനിക്കിവിടെ വച്ചിട്ട് പോകാൻ പറ്റത്തില്ല. എവറിത്തിങ് ഇസ് മൈൻ. സോ ഫുള്ള് അങ്ങ് എംറ്റി ആക്കി കൊടുക്കണം എനിക്ക് ഈ റൂമിന്. സോ ഹാവ് ടു സ്റ്റാർട്ട് packing things right now. Guys, I am leaving tomorrow. ഞാൻ വ്ളോഗൊക്കെ എടുക്കാന്ന് വിചാരിച്ചു. ദാറ്റ് ഐ ആം ലീവിങ് ദ ഹോസ്റ്റൽ ഗൈസ്. സോ എനിക്ക് ഭയങ്കര മിക്സഡ് ഫീലിംഗ് ആയിരുന്നു എങ്ങനെയെങ്കിലും വീട്ടിൽ പോയ. മുമ്പൊക്കെ എനിക്ക് ഹോം സിക്നെസ് ഒന്നും സാധനമില്ലായിരുന്നു. ഇപ്പൊ റീസെന്റ് ഭയങ്കര ഹോം സിക്നെസ് അടിക്കുന്നു. എങ്ങനെ പോയാൽ മതി എന്നുള്ളൊരു. ഇപ്പൊ നിങ്ങൾ ഇനി ഇവർ 2 മാസം കൂടെ കഷ്ടപ്പെടും ഗൈസ്. ഞാൻ നാളെ പോലെ വീട്ടിൽ പോയി ഇവിടത്തെ നിങ്ങൾ അന്നത്തെ വ്ളോഗില് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ഇവര് ആരാണ്, നിങ്ങൾ ആരാണ് പറയൂ. അങ്ങനെയാണ് നിങ്ങളുടെ പ്രൊഫഷൻ പറയൂ. ജർമ്മൻ ട്യൂട്ടേഴ്സ് ആണ്. ജർമ്മൻ ട്യൂട്ടേഴ്സ് ആണ്. നമ്മുടെ ഹോസ്റ്റലിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ ടീച്ചേഴ്സ് ആണ് ഗൈസ്. പാവം പട്ടിണി പരവേശമായിട്ട് കിടക്കുന്ന ടീച്ചേഴ്സ് ആണ്. അപ്പൊ ദാരിദ്ര്യം പിടിച്ച ടീച്ചേഴ്സിന് പുറത്തറിയാറില്ല. ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഇറങ്ങി ഇവിടുത്തെ ഫുഡ് കണ്ടപ്പോ പട്ടണി പരവേശമാണത്. ഓക്കെ, സോ ഫൈനലി ഞാൻ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ടൈം ഇപ്പൊ അറൗണ്ട് 2 മണി ആയിട്ടുണ്ട് രാത്രി. ഞാൻ 1 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് പാക്ക് ചെയ്യാനായിട്ട്. ആക്ച്വലി നേരത്തെ തുടങ്ങേണ്ടായിരുന്നു, ഒരു 10-10:30 തുടങ്ങേണ്ടതായിരുന്നു. ഞാൻ അങ്ങനെ ചുമ്മാ പൊള്ളി കളിച്ച് സമയം കളഞ്ഞ് 1 മണിക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പാക്ക് ചെയ്യാനായിട്ട്. പിന്നെ കുറെ പയ്യെ ടൈം പാസ് ചെയ്ത് 2 മണിയായി. എല്ലാം ഞാൻ ഫിനിഷ് ചെയ്തു. ഐ വിൽ ഷോ യു ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. വി ഹാവ് പാക്ഡ് എവറിത്തിങ്. കുറച്ച് സാധനങ്ങൾ കൂടെ ഉണ്ട്, അത് ഞാൻ മോർണിംഗ് ഇറങ്ങിയിട്ട് പാക്ക് ചെയ്യാൻ വിചാരിച്ചു. ആൻഡ് ഈ ബക്കറ്റിൻ്റെ മൂട് കാണാനില്ല, എനിക്കറിയത് എവിടെയാണെന്ന്. അവസരപത്തില്ലാണ്ട് തന്നെ പോകേണ്ടി വരും. ആൻഡ് ദിസ് ബെഡ് ഞാൻ യൂസ് ചെയ്ത ബെഡാണ്. എനിക്കറിയത്തില്ല ഇത് എങ്ങനെ ഞാൻ നാളെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇതെല്ലാ തിങ്സും നാളെ ഒറ്റ വണ്ടിയിൽ കൊണ്ടുപോകണം. അതാണ് നമ്മുടെ ടാസ്ക്. സോ ടുമോറോ ആകെയുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ നാളെ മുതൽ ഐ ക്യാൻ ഈറ്റ് ഹോംലി മീൽസ്. വീട്ടിൽ നിന്നുള്ള ഫുഡ് കഴിക്കാം. യെസ്, ഐ ക്യാൻ സ്പെൻഡ് മോർ ടൈം വിത്ത് മൈ ഫാമിലി ആൻഡ് ഓൾസോ. So it's time to say good night. It's around 2:30 ആയിട്ടുണ്ട്. I have to sleep and morning I will show the rest. Okay, goodbye. Sorry, good night. Okay, so നമ്മൾ പോവാൻ റെഡിയായി. I have packed everything. ഇനി പാക്ക് ചെയ്യാൻ വേണ്ടി ഒന്നും ബാക്കിയില്ല. കുറച്ച് തിങ്സ് മാത്രമേ ഉള്ളൂ. And yes, we are going. Yeah, I will show you this. Yeah, ഇത്രയും നമ്മൾ നൈറ്റ് കാണിച്ച് അത്രയും തന്നെയാണ് ഇരിക്കുന്നത്. സോ ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്, ബിക്കോസ് അതാണ് കുറച്ചും കൂടെ അഫോർഡബിൾ പോകാനായിട്ട്. കറക്റ്റായിട്ട് വിളിക്കുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ പോയിട്ട് ഐ വിൽ ഷോ യു ദ റെസ്റ്റ്. ഹൈ ഗായ്സ്, ഞാൻ പോയിട്ട് വരാം.
പോണ ആൻറ്റി ബൈ ബൈ ബൈ. ആ ഇന്ന് ലീവല്ലേ അവർക്ക്. ആരിത് നമുക്ക് എടുക്കാമോ? ഫോട്ടോ എടുക്കാമോ? ഫോട്ടോ എടുക്കാമോ? ഹായ് പറ എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഹായ്. ഹായ് പറ. ഹായ് ഗൈസ്. ഹായ് പറ. ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഹായ് പറ. ഹായ് ഗൈസ്. ബൈ 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 ബൈ. ഞാൻ ഇതുവരെ എന്റെ വ്ളോഗില് നമ്മുടെ ബീച്ച് കാണിച്ചിട്ടില്ല. For the first time, guys, this is my നാട്. അതെ അതെ, സുന്ദര മനോഹരമായ ഒരു ഗ്രാമം. അടമലത്ര എന്ന അതിമനോഹരമായ ഒരു ഗ്രാമം. I am talking about the ഗ്രാമം, not the people. Talking about the ഗ്രാമം. Yeah, we are talking about the ഗ്രാമം. The നാട് is beautiful, not the people. Yeah. Guys, ഇവിടെ കുറച്ച് ഞാൻ ആഴിമല ടെമ്പിൾ കാണിച്ചു തരാം. നോക്ക് ഗൈസ്, അത് കൊള്ളാല്ലേ. ചിലയിടത്ത് ആഴിമല, ചിലയിടത്ത് ചിലമല. പക്ഷെ അത് കൈ അത്രയും പോകുന്നില്ല. ആക്ച്വലി നമ്മള് പൈനാപ്പിൾ മുളകിലിട്ട് കഴിച്ചു, വീഡിയോ എടുക്കാൻ മറന്നു പോകുമ്പോൾ നമ്മളൊക്കെ. ഇവിടെ ആക്ച്വലി ഉണ്ട്, ഇവിടെ കുറെ ഷോപ്സ്. ആക്ച്വലി എന്റെ ഒരു അഭിപ്രായം കുറച്ചും കൂടെ ഷോപ്സ് ഒക്കെ വരണം ഗൈസ്, അല്ലേ? അതെ അതെ. ആക്ച്വലി ഞാൻ വ്ളോഗ് തുടങ്ങി രാവിലെ. Packing things and moving to back home, packing things from hostel and all. ഉപ്പുമാ നമ്മള് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാണ്. വിപിന് പറയാ ടോപ്പിക്ക് കൊടുക്കല്ലേ. അതൊന്നും ജീവിച്ചു. I hate പാനിപൂരി. ഇഷ്ടമല്ല. താങ്ക് യു. ഇവിടെ നല്ല ലൈറ്റുണ്ടാ. അയ്യാ ആവശ്യത്തെ പാനിപൂരി. ഫസ്റ്റ് ടൈം പാനിപൂരി ട്രൈ ചെയ്യാണ്. It's not crunchy, it's crispy. Crispy. ഞാൻ ഫസ്റ്റ് ടൈം ഒരിക്കൽ പാനിപൂരി കഴിച്ചു, പിന്നെ റിഗ്രറ്റ് ചെയ്തു എന്തിനു കഴിച്ചെന്നും. അതിനുശേഷം ഐ ആം എ ഹേറ്റർ ഓഫ് പാനിപൂരി. എനിക്കറിയില്ല എന്തുമാത്രം ഫാൻസ് ഉണ്ട് പാനിപൂരിക്ക്. പക്ഷെ ഇല്ല, ഏതാ മഞ്ച ഏതാ? ഞാൻ 2 ഫ്ലേവേഴ്സ് വാങ്ങിച്ചത് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാ. ഇത് ഓപ്പൺ ചെയ്തേ. നാളെ തൊട്ട് ഷുഗർ കേട്ടോ. ഓക്കെ.